ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരുകൾ വിമർശനങ്ങൾക്ക് അതീതരല്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. കാലിക്കറ്റ് പ്രസ് ക്ലബ് മാധ്യമ അവാർഡ് സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന് കൂടുതൽ കരുത്തും ആകർഷകവും നൽകുന്ന ഒന്നാണ് ജില്ലാ കലോത്സവമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ലയൺസ് ഇന്റർനാഷണൽ 3180യുടെ നേതൃത്വത്തിൽ അപകടങ്ങളിലും അസുഖങ്ങളിലും കാലുകൾ നഷ്ടമായവർക്ക് കൃത്രിമ കാലുകൾ വെച്ചു നൽകുന്നു. ജൂബിലി ഹാളിലെ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ ആലപിച്ചു മുംബൈയിലെ സംഗീതജ്ഞൻ പ്രസൻ റാവു ഭോപ്പാൽ. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്ന ശ്രീ ഹരിഹരപുത്ര ലക്ഷാർച്ചന ഭക്തിസാന്ദ്രമായി. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സർക്കാരുകൾ വിമർശനങ്ങൾക്ക് അതീതരല്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. കാലിക്കറ്റ് പ്രസ് ക്ലബ് മാധ്യമ അവാർഡ് സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയങ്ങളെ വിമർശിക്കണം, ക്രിയാത്മക വിമർശനമാകാം, നശീകരണമാകരുത്. വികസനങ്ങളെ തകർക്കാൻ ശ്രമിക്കരുത്. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. മാധ്യമങ്ങൾ അനിവാര്യരാണെന്നും സത്യം വിളിച്ചു പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണഘടന പറയുന്ന അവകാശങ്ങളുണ്ട്. ഭരണഘടന മാറ്റിത്തീർക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നല്ല. ഭരണഘടന ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മെജോറിറ്റേറിയനിസം വെച്ച് മാറ്റിത്തീർക്കാൻ സാധ്യതയുണ്ട് എന്ന് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ കേശവാനന്ദ ഭാരതി കേസിനകത്ത് വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞത് ബേസിക് സ്ട്രക്ചർ ഡോക്യുമെന്റ് അടിസ്ഥാന ശല മാറ്റാൻ ആർക്കും പറ്റൂല. ഏതെങ്കിലും ഘട്ടത്തിൽ ആർക്കെങ്കിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭരണഘടന മാറ്റാൻ സാധിക്കില്ല. ഇപ്പൊ 1 നേഷൻ 1 ഇലക്ഷൻ ആക്ട് ഇങ്ങനെ വെറുതെ ഒരു പ്രൊപ്പഗൻഡ നടപ്പാവില്ല. കാരണം കൃത്യമായി 300 ചില്ലാൻ ആളുകളുടെ 369 പേരുടെ പിൻഫലമാണ് നടപ്പിലാക്കുന്നത്. എങ്ങനെ 1 നേഷൻ 1 ഇലക്ഷൻ നടപ്പിലാക്കാൻ സാധിക്കും? ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിച്ചത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതല്ലേ ഇവിടെ പഠിച്ചത്. നാനാത്വ ഏകത്വം, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത ജാതികളുള്ളവർ. അതുകൊണ്ട് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നവർക്ക് അത് ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അത് ഈ രാജ്യത്തെ ജനങ്ങളെ ചെറുത്തോൽപ്പിക്കും. PTI ജനറൽ മാനേജറായിരുന്ന പി ഉണ്ണികൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് മനോരമ ന്യൂസിലെ BL അരുണും പ്രശസ്ത സ്പോർട്സ് ലേഖകനായിരുന്ന PA മുഹമ്മദ് കോയ എന്ന മുഷ്താഖിന്റെ പേരിൽ KDFAയുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയ മുഷ്താഖ് അവാർഡുകൾ മാതൃഭൂമി റിപ്പോർട്ടർ T സൗമ്യ, മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ആറ്റ്ലി ഫെർണാണ്ടസ് എന്നിവർ ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ P പ്രജിത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. KUWJ സംസ്ഥാന പ്രസിഡന്റ് KP റേച്ചി, KDFA സെക്രട്ടറി ഷാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി PV ജോഷില നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന് കൂടുതൽ കരുത്തും ആകർഷകവും നൽകുന്ന ഒന്നാണ് ജില്ലാ കലോത്സവമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മാധ്യമപ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തകർക്കായുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം പീപ്പിൾസ് റിവ്യൂ ചീഫ് എഡിറ്റർ ശ്രീ PP നിസാറിന് നൽകി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിലൂടെ പല കാര്യങ്ങളിലും പെരുമ നേടിയ കോഴിക്കോട്, അല്ലെങ്കിൽ കോഴിക്കോടൻ പെരുമ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ നിരവധി
സംഭവങ്ങൾക്ക് സാക്ഷി നിന്ന ഈ ജില്ല, പ്രത്യേകിച്ചും കോഴിക്കോട് നഗരം, മറ്റൊരു വലിയ ഉത്സവത്തിന് തയ്യാറെടുക്കുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലയുടെ മാറ്റുരക്കൽ കോഴിക്കോട് നഗരത്തിൻ്റെ സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് കൂടുതൽ ആകർഷകവും കരുത്തും നൽകുന്ന ഒന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. മീഡിയ കമ്മിറ്റി കൺവീനർ ശ്രീ പി കെ അബ്ദുൽ സത്താർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് അലി PM, വിനോദ് മേക്കോത്ത്, സുജിത് CR, സഫറുള്ള P, ഇസ്ഹാക്ക്, വിവിധ മാധ്യമ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൂബിലി ഹാളിലെ നിറഞ്ഞ സദസ്സിനു മുമ്പിൽ മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ ആലപിച്ച് മുംബൈയിലെ സംഗീതജ്ഞൻ പ്രസന്റ് റാവു ഭോപ്പാൽ. സംഗീതമേ ജീവിതം ഫൗണ്ടേഷൻ റഫി ഗാനങ്ങൾ കോർത്തിണക്കി നടത്തിയ തുംസെ അച്ഛാ കോൻ ഹൈ ഗാനാഞ്ജലിയിലാണ് പ്രസന്റ് റാവു പാടാൻ എത്തിയത്. മുഹമ്മദ് റഫിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഗീതമേ ജീവിതം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തുംസെ അച്ഛാ കോൻഹെ എന്ന പേരിൽ ഗാനാഞ്ജലി നടന്നു. സംഗീത സന്ധ്യയിൽ ഗായകൻ പ്രസന്റ് റാവു മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾക്ക് മാറ്റുകൂട്ടി. ആജ് കി രാത്ത് മേരെ ദിൽ കി സലാമി ലേലെ എന്ന ഗാനത്തോടെ തുടങ്ങിയ ആലാപനം കാണികളെ മറ്റൊരു ആസ്വാദന തലത്തിലേക്ക് എത്തിച്ചു. പുകാർത്ത ചലാഹു മേ, കഹീൻ ബേഗയാൽ തുടങ്ങി 32ഓളം ഗാനങ്ങൾ ആലപിച്ചു. തളി ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ റഫിയുടെ സുവർണ ഗാനങ്ങൾ മാധുര്യം ചോരാതെ പ്രസന്റ് റാവു അവതരിപ്പിച്ചു. ഗാനത്തിനൊത്ത് ആസ്വാദകരും താളം പിടിച്ചു. ഗോപിക, ഗോപകുമാർ, നിസരി സോളമൻ, തൻവീർ, മുഹമ്മദ് അലി എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ നടന്ന ശ്രീ ഹരിഹര പുത്ര ലക്ഷാർച്ചന ഭക്തി സാന്ദ്രമായി. ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. ഹരിഹരപുത്ര ലക്ഷാർച്ചനയുടെ ഭാഗമായി തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വെച്ച് നടന്ന വിവിധ പൂജാതി കർമ്മങ്ങൾ, ശാസ്താഭജന, ഉപനിഷത്ത് പാരായണം എന്നിവ വീക്ഷിക്കുവാൻ നിരവധി ഭക്തജനങ്ങൾ തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെത്തി. രാവിലെ 7 മണിക്ക് വിഘ്നേശ്വര പൂജയോടെയാണ് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചത്. 7:30
ലക്ഷാർച്ചന ആരംഭിച്ചു. 10 മണിക്ക് ലക്ഷാർച്ചനയുടെ സമാപനം, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് ഉപനിഷത്ത് പാരായണം, ശാസ്താഭജന എന്നിവയും നടന്നു. തുടർന്ന് ദീപാരാധന, സമാരാധന എന്നിവയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തളി ബ്രാഹ്മണ സമൂഹം പുരോഹിതന്മാരായ ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ, ബ്രഹ്മശ്രീ രഘു വാദ്യാർ, ബ്രഹ്മശ്രീ ബി കൃഷ്ണമൂർത്തി വാദ്യാർ, ബ്രഹ്മശ്രീ ശ്രീനാഥ് ശർമ്മ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ജലസേചന വകുപ്പിന്റെ സർവേ നടപടികൾ ഇഴയുന്നു. പുഴയിൽ പ്രതീക്ഷിച്ചതിലേറെ ചെളിയുള്ളതാണ് സർവേ നടപടികൾക്ക് വേഗം കുറയാൻ കാരണം. പുഴയിൽ നിന്നും എത്ര ചെളി നീക്കം ചെയ്യാനുണ്ടെന്നറിയാനുള്ള പ്രാഥമിക സർവേ നടപടികൾ ഒരാഴ്ച മുൻപാണ് തുടങ്ങിയത്. കോതി പാലത്തിനടുത്ത് കല്ലായിപ്പുഴയുടെ അഴിമുഖത്ത് നിന്നാണ് സർവേ ആരംഭിച്ചത്. പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുകയാണ് സർവേ ലക്ഷ്യമിടുന്നത്. വെള്ളമില്ലാതെ ചെളി ആഴത്തിൽ കെട്ടിക്കിടക്കുന്നതിനാൽ ബോട്ടിലോ നടന്നുപോയോ അവിടെ പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പുഴയിൽ 4 കിലോമീറ്ററോളം സ്ഥലത്ത് സർവേ പൂർത്തിയാക്കുന്നതിന് 1.5 മാസം സമയം എടുക്കുമെന്നാണ് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചുരുങ്ങിയത് 2.5 മാസമെങ്കിലും വേണമെന്നാണ് നിഗമനം. ഏകദേശം 15 മീറ്റർ ഇടവിട്ടാണ് ചെളിയുടെ കണക്കെടുക്കുന്നത്. നേരത്തെ എടുത്ത സർവേയിൽ നിന്നും ചെളിയുടെ അളവിൽ വലിയ വ്യത്യാസം കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് അകലത്തിൽ ആവശ്യമായ മാറ്റം വരുത്താനാണ് തീരുമാനം. സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ട് വേണം പുഴയുടെ ആഴം കൂട്ടൽ പ്രവൃത്തികൾ ആരംഭിക്കാൻ. മാങ്കാവ് കടുപ്പിനി മുതൽ പുഴ കടലിൽ ചേരുന്ന കോതി വരെയുള്ള 4.2 കിലോമീറ്റർ ദൂരത്തിലാണ് 2.7 മീറ്റർ ആഴത്തിൽ ചളി നീക്കുന്നത്. വെസ്റ്റ് കോസ്റ്റ് ഡ്രഡ്ജിംഗ് കമ്പനിയാണ് പുഴയിലെ ചളി നീക്കുക. 12.98 കോടി രൂപയുടേതാണ് പദ്ധതി. ആദ്യം 4.5 കോടിയിൽ റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ് നീണ്ടു 2024 എത്തിയത്. 2010 ആദ്യം ടെൻഡർ വിളിച്ചത്. ഇപ്പോൾ 6ാമത്തെ ടെൻഡറിലാണ് നവീകരണത്തിലെത്തിയത്. കരാർ ഒപ്പിട്ട സെപ്റ്റംബർ മുതലുള്ള 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും മലിനമാക്കപ്പെട്ട പുഴയാണ് കല്ലായിപ്പുഴ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ 318യുടെ നേതൃത്വത്തിൽ അപകടങ്ങളിലും അസുഖങ്ങളിലും കാലുകൾ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കാലുകൾ വെച്ചു നൽകുന്നു. ഡിസംബർ 16 മുതൽ 25 വരെ കൂത്തുപറമ്പ് ലയൺ ആസ്ഥാനത്താണ് പരിപാടി നടക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് എന്നീ റവന്യൂ ജില്ലകളും മാഹി യൂണിയൻ ടെറിട്ടറിയായ മാഹിയുമാണ്. ഈ പ്രദേശത്തുള്ള കാല് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കാല് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുന്ന ആൾക്കാരെ മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഓരോ വർഷം കൂടും കഴിയുന്തോറും ഇതിലുള്ള അപേക്ഷകർ കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം 330ഓളം ആൾക്കാർ ആ അപേക്ഷകൾ ലഭിച്ചിരുന്നു. ഈ ഡിസംബർ മാസം 16-ാം തീയതിയാണ് ക്യാമ്പ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് രജിസ്ട്രേഷനാണ്. ലയൺസ് ഇന്റർനാഷണൽ 318യുടെ നേതൃത്വത്തിൽ അപകടങ്ങളിലും അസുഖങ്ങളിലും കാലുകൾ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കാലുകൾ വെച്ചു നൽകുന്നു. ഡിസംബർ 16 മുതൽ 25 വരെ കൂത്തുപറമ്പ് ലയൺസ് ക്ലബ് ആസ്ഥാനത്താണ് ക്യാമ്പ് നടക്കുക. കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ 320 പേർക്ക് കാലുകൾ വെച്ചു നൽകിയെന്നും ഈ വർഷം അതിൽ കൂടുതൽ ആളുകൾക്ക് സൗജന്യ സേവനം നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത പറഞ്ഞു. 16-ന് ക്യാമ്പിൽ എത്തുന്നവരുടെ കാലുകളുടെ അളവുകൾ എടുക്കും. 25-നകം എത്തി കൃത്രിമ കാലുകൾ സ്വീകരിക്കണം. ഡിസംബർ 3-ന് മുൻപ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ 9447853586. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. LIC ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് LIC ഏജന്റ്സ് ഫെഡറേഷൻ സമരത്തിലേക്ക്. നവംബർ 20-ന് LIC കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിന് മുമ്പിൽ നടത്തുന്ന ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. 56 മുതൽ ഇതുവരെയും ഏജന്റ് സമൂഹം കൈപ്പറ്റിയിരുന്ന കമ്മീഷൻ, വിശിഷ്യ ബഷീർ കമ്മീഷൻ 7% വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നടപടിയാണ് ഏജന്റുമാർക്കെതിരായ പ്രധാന നടപടി. ഇത് പറയുമ്പോൾ ഏജന്റുമാർക്ക് മുൻകാലങ്ങളിലുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓരോ പോളിസികളും LIC ലഭിക്കുന്നത്. LIC ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി 2024 നവംബർ 20-ന് ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ LIC കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് ധർണ നടക്കുന്നു. ധർണാ സമരം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾ, LIC ട്രേഡ് യൂണിയൻ നേതാക്കൾ, വിവിധ ഏജന്റ് സംഘടനാ പ്രതിനിധികൾ, കോർപ്പറേഷൻ കൗൺസിലർ എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്യും. 20-ാം തീയതി കോഴിക്കോട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഞങ്ങൾ 25 ബ്രാഞ്ചുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ധർണാ സമരം നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ അരക്കിണർ പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. അരക്കിണർ പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. ന് ആറാട്ടുബലിയോടെ ഉത്സവം സമാപിക്കും. എല്ലാ ദിവസവും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്പർക്ക് പ്രമുഖ് നാരായണ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് അടിച്ചിക്കാട്ട് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ TK ഷമീന, P രാജീവ്, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി C സുരേഷ്, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ AM അനിൽകുമാർ, സെക്രട്ടറി P സുരേഷ് ബാബു, ജില്ലാ മാതൃസമിതി പ്രസിഡന്റ് AK ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. AK ജയശ്രീ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനം ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ M ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 36 വർഷമായി കോഴിക്കോട് പന്നിയങ്കര പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശിശുദിന പരിപാടി ആഘോഷിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 56-ാം വാർഡിലെ മുഴുവൻ അംഗനവാടികളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശിശുദിന പരിപാടി ആഘോഷിച്ചത്. പരിപാടി 56-ാം വാർഡ് കൗൺസിലർ M ബിജുലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ ക്ലബ്ബ് സെക്രട്ടറി രതീഷ് V സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് പ്രസിഡന്റ് സച്ചീൻവൻ CM അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി സുരേന്ദ്രൻ K, വൈസ് പ്രസിഡന്റ് മനാഫ് AP, ഗജാൻജി അനീഷ് P, സാംസ്കാരിക കൺവീനർ രാഗേഷ് V, പന്നിയങ്കര സ്വാശ്രയ സമിതി സെക്രട്ടറി സുബീഷ് K എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ഷിംജിത്ത് K നന്ദി പ്രകാശിപ്പിച്ചു. കുട്ടികൾക്കുള്ള കായിക മത്സരങ്ങൾ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും വ്യക്തിഗത ചാമ്പ്യന്മാർക്കും മികച്ച അംഗനവാടിക്കും മികച്ച അംഗനവാടി ടീച്ചർമാർക്കും ഹെൽപ്പർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റും അർബൻ പ്ലാനറും ചാർട്ടേഡ് എഞ്ചിനീയറുമായ വിനീഷ് വിദ്യാധരന്റെ 2 പുസ്തകങ്ങൾ 43ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. ജീവന്റെ ഏടുകൾ എന്ന കവിതാ സമാഹാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറും, സഫല ജീവിതത്തിന് 100 സന്ദേശങ്ങൾ എന്ന പ്രചോദനാത്മക പുസ്തകം മേയർ ഡോക്ടർ ബീന ഫിലിപ്പും പ്രകാശനം ചെയ്തു. ഈ പ്രസിദ്ധീകരണങ്ങളുടെ ആദ്യ പകർപ്പുകൾ ഷാർജ ബുക്ക് അതോറിറ്റിയുടെ വിദേശകാര്യ എക്സിക്യൂട്ടീവ് PV മോഹൻകുമാർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാഹിത്യകാരി KP സുധീര, കവയത്രി ഹണി ഭാസ്കർ, ലിപി അക്ബർ, T പ്രമോദ് കുമാർ, MA സുഹൈൽ എന്നിവർ സംസാരിച്ചു. ലിപി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ PMGSY ഏറ്റെടുത്ത ടെൻഡറായ നടുവണ്ണൂർ കൊട്ടാരമുക്ക് റോഡ്, വാകയാട് ഹൈസ്കൂൾ മുക്ക്, പാലോളിമുക്ക് റോഡ് പ്രവൃത്തി 1 വർഷം കഴിഞ്ഞിട്ടും എങ്ങുമെത്താത്തതിൽ UDF മെമ്പർമാർ ഭരണസമിതിയിൽ കൊടുത്ത പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്ത LDF ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഭരണസമിതി ഇറങ്ങിപ്പോയി. UDF മെമ്പർമാർ കൂട്ടാലിട അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. E അരവിന്ദാക്ഷൻ, KP മനോഹരൻ, കൃഷ്ണൻ മണി, ബുഷറ മുച്ചൂട്ടിൽ, KK ഷംന, TP ഉഷ, ഗീത K ഉണ്ണി, K അതുല്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരുകൾ വിമർശനങ്ങൾക്ക് അതീതരല്ലെന്ന് സ്പീക്കർ AN ഷംസീർ. കാലിക്കറ്റ് പ്രസ് ക്ലബ് മാധ്യമ അവാർഡ് സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന് കൂടുതൽ കരുത്തും ആകർഷകവും നൽകുന്ന ഒന്നാണ് ജില്ലാ കലോത്സവമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ലയൺസ് ഇന്റർനാഷണൽ 3180യുടെ നേതൃത്വത്തിൽ അപകടങ്ങളിലും അസുഖങ്ങളിലും കാലുകൾ നഷ്ടമായവർക്ക് കൃത്രിമ കാലുകൾ വെച്ചു നൽകുന്നു. ജൂബിലി ഹാളിലെ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ ആലപിച്ചു മുംബൈയിലെ സംഗീതജ്ഞൻ പ്രസൻ റാവു ഭോപ്പാൽ. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്ന ശ്രീ ഹരിഹരപുത്ര ലക്ഷാർച്ചന ഭക്തിസാന്ദ്രമായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.